അത് പിന്നെ അവിടെ എല്ലാവരും വലിയ ജാടയായിരിക്കും. അവരെല്ലാവരും ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കൂ. അപ്പൊ സത്യക്കൊന്നും മനസ്സിലാവില്ല. ബോറടിച്ച് ഓടി പോരാൻ തോന്നും. അവർ ഇംഗ്ലീഷോ തമിഴോ എന്ത് വേണമെങ്കിലും സംസാരിക്കട്ടെ. എന്റെ കൂടെ വിക്രമനില്ലേ, നമുക്ക് രണ്ടുപേർക്കും നല്ല പച്ച മലയാളത്തിൽ വർത്താനം പറയാലോ. അയ്യോ, അത് ശരിയാവില്ല. അവരുടെ ഇംഗ്ലീഷും നമ്മുടെ മലയാളവും കൂട്ടിക്കുഴഞ്ഞ് മംഗ്ലീഷ് ആവും. സുധി എന്തൊക്കെയാ പറയുന്നേ? നിന്നെ ഞാൻ എന്റെ കൂടെ കൂട്ടിയ അവിടെ ഉള്ളവർക്കെല്ലാം നീ എന്റെ വൈഫാണെന്ന് മനസ്സിലാവും. അപ്പം മനസ്സിലാവണ്ടേ? അങ്ങനെ മനസ്സിലാക്കിയാ they will talk to you in English. ആ, ഇതുപോലെ അവർ നിന്നോട് ഇംഗ്ലീഷിൽ ഓരോന്ന് ചോദിക്കും. അപ്പൊ നീ എന്തു പറയും? എക്സ്ക്യൂസ് മീ, മലയാളത്തിൽ ചോദിക്കാൻ ഞാൻ പറയും. മലയാളം അറിയാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ. അതെ, മലയാളം അറിയും, എന്നാലും ഒരു മലയാളത്തിൽ പറയില്ല. ആ, അങ്ങനെയുള്ളവരുടെ എല്ലാം കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കാ വേണ്ടത്. മാതൃഭാഷ ശ്രേഷ്ഠ ഭാഷ എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിനെ പൊക്കിക്കൊണ്ടുവരുമ്പോ ഉച്ചയ്ക്കാനായി കുറെ എണ്ണ ഇറങ്ങിക്കോളും. അങ്ങനെയുള്ളവർ വരട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. അതെ, സത്യം അവിടേക്ക് വരണ്ട. അവരൊന്നും ശരിയല്ല. നീ ഇവിടെ ഇരുന്നാ മതി. ഞാൻ പോയി അവാർഡും വാങ്ങി വേഗം തിരിച്ചെത്താം. അല്ലെങ്കിൽ ഞാൻ എന്തിനാ അവിടെയുള്ളവരെ മൈൻഡ് ചെയ്യുന്നേ? അവാർഡ് ഫംഗ്ഷനിൽ എന്റെ സുധിയല്ലേ ഹീറോ. ബാക്കി എല്ലാത്തിനോട് പോവാൻ പറ. പക്ഷെ സത്യ, ഞാൻ വന്നിട്ടില്ലെങ്കിൽ അച്ഛനോട് സുധി എന്താ പറയാ? താഴെ ചെല്ലുമ്പോ അച്ഛൻ ചോദിക്കില്ലേ എന്താടാ സത്യ കൂട്ടാത്തെന്ന്? എന്നെ കൂടെ കൂട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും അച്ഛന്റെ വായിന്ന് സുധി കേൾക്കും. അതും ശരിയാണല്ലോ. ഇവളെ കൊണ്ടുപോകാതിരിക്കാൻ ഒരു വഴിയുമില്ല. അതെ, എന്താ ആലോചിക്കുന്നേ? ഓക്കെ, വേഗം റെഡിയാവും. ഞാൻ റെഡിയായി. സുധി എന്നാ വേഗം പോയി ഡ്രസ് മാറി. എന്താ ആലോചിക്കുന്നേ? വേഗം പോയി ഡ്രസ് മാറിയിട്ട് വാ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ എടുത്തുതരാം. ഇത് വേണ്ട. ഇതൊക്കെ, ഇത് മതി. ഇത് പൊളിക്കും. ഇതിട്ടാ മതി. പിടിക്ക്. ഇതിന്റെ കൂടെ കോട്ടുമില്ലേ? പെട്ടെന്ന് ഇട്ടിട്ട് വാ. ചെല്ല അങ്ങോട്ട്. ആ അച്ഛമ്മേ, ദേ ഒരു വിശേഷമുണ്ടേ. ഞാനും സുധിയും കൂടി ഒരു ഫംഗ്ഷന് പോവാ. ആ, എന്റെ സുധിക്കൊരു അവാർഡ് കിട്ടി. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. അല്ല, അമ്മ എന്തേ? അമ്മയ്ക്കൊന്ന് കൊടുത്തേ. നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഈ ചെയ്യുന്നതൊക്കെ. സുധിയെ കൂട്ടുപിടിച്ചാലും അവള് പോവില്ല. അവളുടെ മോഹം വെറും മോഹമായിട്ട് കിടക്കുകയുള്ളൂ. അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് സുധി അവളെ കൊണ്ടുപോകാതിരിക്കില്ല. എന്തെങ്കിലും കാരണം പറഞ്ഞ് സുധി സത്യയെ ഒഴിവാക്കും. ഇത്രയും വലിയൊരു ഫംഗ്ഷന് സത്യയെ കൂടെ കൊണ്ടുപോയാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് സുധിക്ക് നന്നായിട്ട് അറിയാം. അവന്റെ പ്രൊഫസറുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയതിന്റെ ദേഷ്യം അവൻ ഇപ്പോഴും തീർന്നിട്ടുണ്ടാവില്ല. സത്യ എന്തായാലും കൂടെ പോകാനുള്ള ഒരുക്കത്തില. അല്ലെങ്കിൽ തന്നെ ബെസ്റ്റ് ബിസിനസ് എക്സലൻസി അവാർഡ് വാങ്ങിക്കേണ്ടത് സുധിയാ. അവന് ബിസിനസിനെ കുറിച്ച് എന്തറിയാം? മണിമംഗലം ബിൽഡേഴ്സിന്റെ വളർച്ച സതീഷേട്ടൻ ബിസിനസ്സിൽ ഇറങ്ങിയതിനു ശേഷം മാത്രം ഉണ്ടായതാ. സതീഷേട്ടന്റെ ചോരയും വിയർപ്പും കൊണ്ടുകൂടി കെട്ടിപ്പടുത്തിയതാ മണിമംഗലം ബിൽഡേഴ്സ്, അല്ലേ? എനിക്കറിയാം സുജിതേ, പക്ഷേ എന്തുകൊണ്ടും ഈ അവാർഡ് വാങ്ങിപ്പിക്കേണ്ടത് സതീഷേട്ടനെ കൊണ്ടാ. അങ്ങനെയാണെങ്കിൽ ഒപ്പം പോവേണ്ടത് ഞാനായിരിക്കില്ലേ? ആ ഷുവർ, അങ്ങനെ തന്നെയാ വേണ്ടത്. ഒന്നുമില്ലെങ്കിലും കുടുംബത്തിലെ മൂത്ത മകൻ സതീഷേട്ടനല്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു ഭാഗ്യം കെട്ടവളാ. ഏട്ടത്തെയും സതീഷേട്ടനും വേണ്ടാന്ന് വെച്ചിട്ടല്ലേ? എന്തിനാ വെറുതെ ഭാഗ്യത്തെ പഴിക്കുന്നത്?
സതീഷ് ഏട്ടൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. സതീഷേട്ടൻ ശ്രദ്ധിക്കാത്തത് ഏട്ടത്തിയല്ലേ ശ്രദ്ധിക്കേണ്ടത്? അതാ ഒരു ഭാര്യയുടെ കടമ. അറിഞ്ഞുകൊണ്ട് നമ്മളെ വിഡ്ഢികളാക്കാൻ ആരെയും സമ്മതിക്കരുത്. എന്തായാലും സതീഷ് ഏട്ടന് പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബിസിനസിന്റെ തിരക്കല്ലേ. ആ പാവം, ഒരാള് ബിസിനസ് എന്നും പറഞ്ഞ് ഓടി നടക്കുന്നു, മറ്റേയാള് അംഗീകാരങ്ങളും അവാർഡുകളും ഏറ്റുവാങ്ങാൻ വേണ്ടി മാത്രം നടക്കുന്നു. ഈ അവാർഡ് കിട്ടിയത് ഇവിടെ സത്യ കയറി വന്നതിന്റെ ഐശ്വര്യം എന്നല്ലേ അച്ഛൻ പറഞ്ഞത്? ഐശ്വര്യം. ആ ഐശ്വര്യത്തെ അകത്തിരുത്തിയിട്ട് സുധി തനിച്ച് അവാർഡ് വാങ്ങാൻ പോകുന്ന കാഴ്ച നമുക്കിപ്പ കാണാം. ജസ്റ്റ് വെയിറ്റ്. രാത്രിയിൽ ഹൈസൺ ഹോട്ടലിൽ വെച്ച് ഡിന്നർ. ഫാമിലി ഒന്നിച്ചൊരു ഔട്ടിംഗ് ആവാം. നിങ്ങൾ മൂന്നുപേരും പോയാൽ മതി, ഞങ്ങളാരും വരുന്നില്ല. അതാരായി നിങ്ങളും ഞങ്ങളും? മനസ്സിലായില്ല. നിങ്ങളും സുധിയും പിന്നെ നിങ്ങളുടെ പുതിയ മരുമോളും. ഞാനും സുജിതയും സതീഷും എല്ലാം വേറെ. നമ്മളുടെ കുടുംബത്തിന് സന്തോഷം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കാം എന്ന് കരുതി കുടുംബത്തിൽ വകതിരിവ് ഉണ്ടാക്കരുത്. ആരാ ഉണ്ടാക്കിയത്? ഞാനോ? സുധിയും സത്യയും അവാർഡ് ദാനത്തിന് പോട്ടെ, സത്യയുടെ ഐശ്വര്യം കാരണമാണ് ഈ അവാർഡ് എന്തൊക്കെയാ പറഞ്ഞത്. കാവേരി എന്താ ഐശ്വര്യം ഇല്ലാത്തവളാണോ? സതീഷിനെന്താ അവാർഡ് സ്വീകരിക്കാൻ പോയ അവര് നൽകില്ലേ? നീ എന്തൊക്കെയാ രാധികയെ പറയുന്നത്? ഞാൻ പറയുന്നതല്ല, ഈ വീട്ടിൽ അങ്ങനെയും സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുന്നവരെ തിരുത്തണം. അത് രക്ഷിതാക്കളുടെ കടമയാ. മക്കളെ ഭിന്നിച്ചു കണ്ടത് ഞാനല്ല, അതും രക്ഷിതാക്കളുടെ കടമയാ. ഓ, ഞാൻ അങ്ങനൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല. കാവേരിയും സത്യയും രണ്ട് കണ്ണുകൊണ്ട് കാണുന്നവനല്ല ഞാൻ. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ സതീഷിനോടും കാവേരിയോടും ഫംഗ്ഷന് പോകാൻ പറഞ്ഞില്ല? സുധിയേക്കാൾ മുമ്പേ നമ്മൾ കണ്ടത് സതീഷിനെയല്ലേ? കാവേരിയല്ലേ ഈ വീട്ടിലെ ആദ്യത്തെ മരുമോൾ? സതീഷ് ഇവിടെ ഇല്ലല്ലോ രാധികയെ. തന്നെയുമല്ല, ഈ അവാർഡ് അത് സുധിയുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അതുകൊണ്ടാണ് ഞാൻ ഫംഗ്ഷൻ അവനോട് തന്നെ പോകാൻ പറഞ്ഞത്. സത്യമാണെങ്കിൽ അവൻ വിവാഹം ചെയ്തുകൊണ്ട് വന്ന പെൺകുട്ടിയും. അവര് തമ്മിലുള്ള വിവാഹം ഈ അടുത്ത് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും സുധിയുടെ വൈഫിനെ പറ്റി ചോദിക്കും. കൂടെ കൂട്ടിയ അത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കാം. തന്നെയുമല്ല, സത്യക്ക് അതൊരു അനുഭവമാവും. ആ ഇറങ്ങിയല്ലേ? ഞങ്ങൾ പോയിട്ട് വരാച്ച. ആ, സത്യക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കണം. അതൊക്കെ ഞാൻ പരിചയപ്പെട്ടോ. മിടുക്കി. എന്നാ പിന്നെ നേരെ വൈകിക്കണ്ട, ഇറങ്ങിക്കോളൂ. പോയിട്ട് വരാമേ. അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം. നമുക്കത് ശരിയാക്കാൻ രാധികയെ. എന്നോട് ഇത്തിരി സൗന്ദര്യ പണക്കത്തില്ല. മോൾ ഇറങ്ങിക്കോ. ശരി. ഇതത്ര നല്ല സ്വഭാവമല്ല രാധികയെ. ഇപ്പോഴാ എനിക്ക് ശരിക്കും സന്തോഷമായത്. അതെന്താ? വിക്രമൻ അവാർഡ് വാങ്ങിക്കുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ. അതെ, അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ? ഒരുപാടൊന്നും കാണില്ല, എങ്കിലും എല്ലാവരും VIP-കളായിരിക്കും. സുധി അവാർഡ് വാങ്ങിക്കുമ്പോ എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമായിരിക്കും അല്ലേ? അതെ, ഇല്ലേ? VIP-കളല്ലേ, ഒരുപാടൊന്നും പ്രതീക്ഷിക്കണ്ട. ആര് കൈയടിച്ചാലും ഇല്ലെങ്കിലും ഞാൻ കൈയടിക്കും. കൈയടിക്കുക മാത്രമല്ല, എഴുന്നേറ്റ് നിന്ന് വിസിലടിക്കുകയും ചെയ്യും. VIP പ്രോഗ്രാം ഇവിടെ തറ പരിപാടിയാക്കുന്ന തോന്നുന്നേ.
ഏയ് വിക്രമൻ ടെൻഷൻ അടിക്കണ്ട. വിക്രമിന് വേണ്ടി കൂക്കി വിളിക്കാൻ പോലും ഞാൻ തയ്യാറാ. ഇത് നമ്മള് ആടിച്ചു പൊളിക്കും. ഞാൻ ആദ്യമായിട്ടാ ഒരു VIP പ്രോഗ്രാമിന് പോകുന്ന. നമ്മുടെയൊക്കെ ലോക്കൽ പരിപാടികളല്ലേ. അയ്യോ, ഛേ. എന്താ? ആ കുരുവി നത്തോലി എല്ലാം കൂടി വിളിക്കായിരുന്നു. അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. ഇവളെ ഫംഗ്ഷന് കൊണ്ടുപോയ എന്റെ വില ഇവള് കളയും. സ്ഥലം എത്തിയല്ലേ? സുധി, എന്താ ആലോചിക്കുന്നേ? ഞാനൊരു കാര്യം പറഞ്ഞാ സത്യം അതനുസരിക്കൂ. എന്താ അങ്ങനെ ചോദിക്കുന്നേ? സുധി പറയുന്ന എന്തെങ്കിലും ഞാൻ ഇതുവരെ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല, അതുകൊണ്ടാ ചോദിച്ചത്. ഇതിത്ര ചോദിക്കുന്ന എന്തിനാ? സുധി കൽപ്പിച്ചാ മതി, ഞാൻ അനുസരിച്ചിരിക്കും. ഉറപ്പാണോ? ഹാ, ഉറപ്പ്. ഇനി കയ്യിലടിച്ച് സത്യം ചെയ്യണമെങ്കിൽ ആ കൈ ഇങ്ങ് നീട്ട്. സുധി പറയുന്നത് എന്തും ഞാൻ അനുസരിക്കും. ഞാൻ മരിക്കണോ? മരിക്കാനും തയ്യാറാ. ഏയ്, അതൊന്നും വേണ്ട. എന്നാ പറ, ഞാൻ എന്താ വേണ്ടേ? അത് പിന്നെ മടിക്കാതെ കൽപ്പിക്കൂ മഹാരാജാവേ. സത്യ അവാർഡ് ഫംഗ്ഷന് വരണ്ട. ഇത് VIP-യുടെ പ്രോഗ്രാമാ. നീ അവിടെ വന്ന് വല്ല അബദ്ധവും കാണിച്ച അത് എന്നെയും മണിമംഗലം ബിൽഡേഴ്സ് എന്ന നമ്മുടെ കമ്പനിയാണ് ബാധിക്കുക. ഞാൻ അബദ്ധമൊന്നും കാണിക്കാതിരുന്ന ഞാൻ പറയുന്നത് എന്തും അനുസരിക്കാവുന്ന സത്യ പറഞ്ഞതല്ലേ? സത്യ കാറിലിരുന്നാ മതി. ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വേഗം വരാം. ശരി. ഗുഡ്, താങ്ക് യു. അതെ, ഒട്ടും വിഷമം വിചാരിക്കരുത് കേട്ടോ. ഇല്ല. പുറത്തിറങ്ങണ്ട, നല്ല ചൂടാ. പാട്ടും കേട്ടിരുന്ന് ഒന്ന് മയങ്ങിക്കോ. അപ്പോഴേക്കും ഞാൻ എന്താ എത്തി. ID card, please. Da. Okay, please. Welcome, sir. നമസ്കാരം. ഹലോ.
ഹലോ സുധി, വെൽക്കം. പ്ലീസ്. വെൽക്കം സർ. താങ്ക് യു. അഭിനന്ദനങ്ങൾ മിസ്റ്റർ Thank you. സുദീപ്. ഹായ് സുദീപ്, ഹായ്. വെൽക്കം. താങ്ക് യു. ഹലോ. കൺഗ്രാചുലേഷൻ മിസ്റ്റർ സുദീപ് ചന്ദ്രൻ. എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? ഞാൻ തന്നെയാ, അഭിജിത്ത്. സുദീപ് എന്ന് നിന്നെ സുധി എന്ന് വിളിക്കുന്നത് പോലെ അഭിജിത്ത് എന്ന എന്നെ അഭി എന്ന് വിളിക്കുന്നു. മുറിച്ചു മാറ്റിയ പാതി നാമങ്ങളിൽ അറിയപ്പെടുന്ന രണ്ടുപേർ, രണ്ട് ബിസിനസ് തലകൾ. അതിൽ ഇക്കുറി നീ കച്ചവടത്തിന്റെ കൊടുമുടി താണ്ടി വെന്നിക്കൊടി പാറിച്ചു. അതിലെനിക്ക് സന്തോഷമുണ്ട്. കാരണം ശത്രുവായാലും ജയിക്കുന്നവനെ അഭിനന്ദിക്കുന്നവനാ യഥാർത്ഥ ബിസിനസ്മാൻ. തരിച്ചു നിൽക്കാതെ ഗിവ് മീ ഹഗ്. സർ, അകത്തു വന്നിരിക്കുക സർ. ഏയ്, ഞങ്ങള് ഫ്രണ്ട്സ് ഒരു സ്വകാര്യം പറഞ്ഞോട്ടെ. ബാക്കിയുള്ളവരൊക്കെ ചെല്ല്. ഓക്കെ. എന്താ നിനക്ക് പറയാനുള്ളത്? നിന്റെ അമ്മായിയമ്മ ഇരട്ട പ്രസവിച്ച കാര്യം. ഇപ്പോ ബിസിനസ്സിൽ നീ വിജയിച്ചിരിക്കല്ലേ? അച്ഛനാണ് മണിമംഗലം ബിൽഡേഴ്സിന്റെ MD, ഞാനല്ല. പക്ഷെ നീയാണ് തലയെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ ചന്ദ്രദാസ് സാർ നിന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത്. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ചങ്ങാതി. ബിസിനസ്സിൽ നീ വിജയിച്ച് ജ്വലിച്ച് നിൽക്കുമ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ നീ പരാജയപ്പെട്ട് പാപ്പരായി നിൽക്കുകയാണല്ലോ. ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞൂന്നാവും നീ ചിലപ്പോ ചിന്തിക്കുന്നത്. എല്ലാം എനിക്കറിയാം. ഒരു യഥാർത്ഥ ബിസിനസ്മാൻ മറ്റുള്ള എല്ലാ ബിസിനസ്സുകാരെയും സൂക്ഷ്മമായി നിരീക്ഷിക്കും. അങ്ങനെ നടത്തിയ നിരീക്ഷണത്തിലെ സൂക്ഷ്മാണുവാണ് നീ. എന്താ ഞാൻ മനസ്സിലാക്കിയത് സത്യമല്ലാന്ന് എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ ബിസിനസ് മാഗ്നറ്റ് സുദീപ് ചന്ദ്രന്? സുദീപ്, ഫംഗ്ഷൻ തുടങ്ങാറേ. ചെല്ല്. നിന്റെ ജീവശാസ്ത്രം അബി എങ്ങനെ പഠിച്ചു എന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട. നിന്റെ ജീവശാസ്ത്രം മാത്രമല്ല, കെമിസ്ട്രിയും ബയോളജിയും ഫിസിക്സും എല്ലാം അബിക്ക് മനപ്പാടവാ. ചെല്ല്, ഫംഗ്ഷൻ തുടങ്ങാറായി. അച്ഛനാണല്ലോ. ഫംഗ്ഷനിലാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ?
ഫംഗ്ഷനിലായതുകൊണ്ടാവും.